നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള PSCയുടെ ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷനും അതിൻ്റെ വിശദ വിവരങ്ങളുമാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 613/2025 ആണ്. പോസ്റ്റിൻ്റെ പേര് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആണ്. ലീഗൽ മെട്രോളജി വകുപ്പിലേക്കുള്ള ഇൻസ്പെക്ടർ പോസ്റ്റാണ്. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ശമ്പളം നോക്കിക്കേ, വളരെ ആകർഷകമായ ശമ്പളമാണ്. 43,400 രൂപ മുതൽ 91,200 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം എന്താണ് 1 lakh 1,00,000 നമുക്ക് അലവൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 1,00,000 സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ ഓൾറെഡി പ്രിപ്പറേഷൻസ് ആരംഭിച്ചവർ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. ആർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല നൽകിയതോ അംഗീകരിച്ചതോ ആയ ഫിസിക്സ് ഒരു വിഷയമായുള്ള സയൻസ് ബിരുദം. അപ്പോൾ BSc ഫിസിക്സ് എടുത്തവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല നൽകിയതോ അംഗീകരിച്ചതോ ആയ BTech ബിരുദം. അപ്പം BTech ഉള്ളവർക്കും BSc ഫിസിക്സ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അതുമല്ല എങ്കിൽ 3 വർഷത്തെ റെഗുലർ പഠനത്തിന് ശേഷം നേടിയ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കൂടാതെ അടിസ്ഥാന യോഗ്യതയായ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടിയ അതേ മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നോ നേടിയ 3 വർഷത്തെ തൊഴിൽ പരിചയം. ലീഗൽ മെട്രോളജി വകുപ്പിലെ പ്രവൃത്തി പരിചയം തൊഴിൽ പരിചയത്തിന് തുല്യമായി കണക്കാക്കുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടാമത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ BSc ഫിസിക്സോ BTech ബിരുദമോ വേണം, അല്ലെങ്കിൽ എന്താണ് 3 വർഷത്തെ തൊഴിൽ പരിചയത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതും കൂടാതെ മലയാളത്തിൽ സംസാരിക്കുവാനും വായിക്കുവാനും എഴുതുവാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ മലയാള ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന കാര്യവും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ BSc ഫിസിക്സ് യോഗ്യതയുള്ളവരും അതുപോലെ BTechകാരും ഒരിക്കലും ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. വളരെ നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് നല്ല ആകർഷകമായിട്ടുള്ള സാലറിയോടുകൂടി ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന അത്രയും നല്ലൊരു പോസ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റ് കാസ്റ്റിനനുസരിച്ചിട്ടുള്ള ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഡിസംബർ 30 ഈ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസം 4 വരെയായിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ യോഗ്യതയുള്ളവരൊക്കെ അപ്ലൈ ചെയ്ത് കൊള്ളുക. ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ, സിലബസ് എന്താണ്, അതുപോലെ തന്നെ എന്നായിരിക്കും എക്സാം തുടങ്ങിയ വിശദ വിവരങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ ഓരോ വീഡിയോയിലായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ 2026 വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC മുതലായ പരീക്ഷകളെ മുൻനിർത്തിക്കൊണ്ട് 100 ദിവസത്തെ സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള സൗജന്യ യൂട്യൂബ് ക്ലാസ്സുകളും ടെലിഗ്രാം എക്സാമുകളും നമ്മൾ നൽകുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അംഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 100 ദിവസത്തെ ക്ലാസ്സുകളിലൂടെ സിലബസ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. തുടക്കക്കാർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തേക്കാം. ജോയിൻ ചെയ്യുക. താങ്ക്